എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ വെള്ളപ്പം തയ്യാറാക്കിയെടുക്കുന്ന ഒരു പാചകരീതിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ 30 വർഷമായിട്ട് ചെയ്തു പോരുന്ന ഒരു തൊഴിൽ കൂടിയാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മുടെ കാറ്ററിംഗിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ്. ജോലി ചെയ്യാനായിട്ട് മടിയില്ലാത്തത് കൊണ്ടും നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടും യാതൊരു മടിയുമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്ന എന്റെ ഒരു തൊഴിൽ കൂടിയാണ്. നല്ലൊരു സംരംഭകയാകാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളപ്പ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വെള്ളയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് വെള്ളയപ്പം വേണമെങ്കിൽ ഇതുപോലെ പച്ചരി പൊടി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പച്ചരി 8 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി അത് വെള്ളത്തിൽ നിന്നും കഴുകി ഊറ്റി മാറ്റി വെച്ച് പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. ഇത് വറുക്കാത്ത പൊടിയാണ്. വെള്ളയപ്പം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിലേക്ക് തരിയൊന്നും തന്നെ ചേർക്കാതെ വേണം, നല്ല ഒട്ട പൊടിയായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരി അരച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമാണ് അരി അരച്ച് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നത്. നമ്മളൊരു ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ വറുത്ത പൊടിയ വെച്ചിട്ടാണ് പാലപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളപ്പം തയ്യാറാക്കി എടുക്കുന്നത് പച്ചരി കുതിർത്തിയ പൊടി വെച്ചിട്ടാണ് കേട്ടോ. ഈ 2 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിനി പൊടിയിലേക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കാം. 1 കിലോ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ അപ്പം തയ്യാറാക്കുവാണെങ്കിൽ 30 അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ കപ്പൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം വളരെ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടും. 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിലാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ആദ്യം ഒഴിച്ചു കൊടുത്ത പാല് നല്ല കട്ടിയായിട്ടുള്ളതായിരുന്നു. രണ്ടാമത്തെ ഒഴിച്ചു കൊടുത്ത പാല് ഒന്നുകൂടെ പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ. നമ്മുടെ പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. കാരണം ഇത് രാത്രി മുഴുവനും തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പൊ ഉപ്പങ്ങ് ഇളകി വന്നോളും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ പുളിപ്പിച്ചെടുത്തിട്ടുള്ള മാവാണ്. പുളിപ്പിച്ചെടുത്തിട്ടുള്ള മാവ് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് മധുരം ചേർക്കാം. ഞാൻ വെള്ളയപ്പം തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന ഒരു കാര്യമാണ് പെരിഞ്ജീരകം, ഫെന്നൽ സീഡ്, അപ്പജീരകം അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. ഫെനൽ സീഡ് ഞാൻ ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ അപ്പം കഴിക്കുമ്പോൾ ഇതൊന്ന് കടിക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഇതിലേക്ക് ഏലക്കപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഞാനിവിടെ 1/2 സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. അതുപോലെ നല്ല വൈറ്റ് കളറിലുള്ള അരി വെച്ചിട്ട് അപ്പം തയ്യാറാക്കുവാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന അപ്പവും നല്ല വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കും. ഇന്നലത്തെ വീഡിയോയില് വട്ടയപ്പം തയ്യാറാക്കുന്ന വീഡിയോയില് നമ്മൾ കപ്പി കാച്ചുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കപ്പി കാച്ചി തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. 1 കിലോ പൊടിക്ക് 3 തവി മാവ് എടുത്തിട്ട് നമുക്ക് കപ്പി കാച്ചാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊടി ഇപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടതുണ്ട്. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ മിക്സ് ചെയ്തെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പി കാച്ചിയത് ചേർക്കാം. കപ്പി കാച്ചിയത് ദേ ഇത്രയും തന്നെ കട്ടിയിൽ നമുക്ക് 1 കപ്പ് നിറയെ തന്നെ ആവശ്യമുണ്ട്. കണ്ടല്ലോ, നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും തന്നെ 1 കിലോത്തിന് ഇത്രയുമാണ് നമ്മൾ ചേർക്കുന്നത്. കണ്ടോ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നമ്മുടെ ഇപ്പം പെട്ടെന്ന് പൊങ്ങി കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. 1 കപ്പ് നിറയെ തന്നെ കപ്പി കാച്ചത് ചേർത്തിട്ടുണ്ടോ. നല്ല സോഫ്റ്റ് അപ്പമായിരിക്കും കേട്ടോ ഈ ഒരു മാവ് വെച്ച് നമ്മൾ അപ്പം തയ്യാറാക്കുമ്പോൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാലോ, പെർഫെക്റ്റ് ആയിട്ടൊരു കൂട്ട് തയ്യാറാക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റും നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരു തരി പോലും തരിതരിപ്പ് ഉണ്ടാവില്ല. അഥവാ നിങ്ങൾ മിക്സ് ചെയ്ത് എടുക്കുന്ന പൊടിക്ക് തരിതരിപ്പ് ഉണ്ടെങ്കിൽ അതിന് സോഫ്റ്റ് കുറവാണ് എന്നർത്ഥം. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ മാവിന്റെ കൂട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു മായവുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ മാവിന്റെ കളർ നിങ്ങൾക്ക് കാണാലോ, നല്ല വൈറ്റ് കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോ മാവൊന്ന് പൊങ്ങി വരണം.
അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ദിവസം മുഴുവനും തന്നെ കലക്കി വെക്കണം കേട്ടോ. വൈകുന്നേരം കലക്കിയ മാവ് നമ്മളിനി രാവിലെയാണ് മൂടി തുറന്ന് നോക്കാനും പോകുന്നത്. ഞാനിത് മൂടി വെക്കുവാണ്. ഇനിയിപ്പോ മാവ് പൊങ്ങി വരുന്നത് വരെ നമുക്കൊന്നും കൂടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാവ് ഒരു രാത്രി മുഴുവനും കലക്കി വെച്ചതിന് ശേഷം രാവിലെ ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ എത്ര നല്ല രീതിയിലാണ് നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് സോഡാപ്പൊടി ചേർത്തിട്ടില്ല, ഈസ്റ്റ് ചേർത്തിട്ടില്ല, യാതൊരു വിധത്തിലുള്ള ഒരു കെമിക്കലും ചേർത്തിട്ടില്ല. എങ്കിലും നല്ല പതഞ്ഞു പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് മാവായി വന്നിട്ടുള്ളതും. ഇനിയിപ്പോ നമ്മുടെ മാവിന് ഉപ്പോ മധുരമോ ആവശ്യമെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. അപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവില് വെളിച്ചെണ്ണ ചേർക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് എഗ് വൈറ്റ് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അതിനുശേഷം അപ്പം തയ്യാറാക്കാനുള്ള അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇന്നത്തെ അപ്പം തയ്യാറാക്കി എടുക്കുന്നത് നോൺ സ്റ്റിക് പാനിൽ വെച്ചിട്ടാണ്. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം ഓരോ തവി മാവും നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കയ്യിൽ വെച്ച് തന്നെയാണ് ചുറ്റിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടി പിടിച്ച് ചുറ്റിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്റെ കാറ്ററിംഗില് കൂടുതൽ അളവിൽ അപ്പം തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് എന്നും ഉണ്ടാക്കി എടുക്കാറുള്ളത്. അങ്ങനെ ആദ്യം അപ്പം നല്ലതുപോലെ ഹോൾസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്നും എടുത്തു മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ അപ്പവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ അപ്പം തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ചട്ടിയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നല്ലോണം ഹോൾസ് വന്ന് തുടങ്ങുമ്പോഴായിരിക്കണം നമുക്ക് മൂടി വെച്ച് കൊടുക്കേണ്ടതും. അപ്പം വെന്ത് പാകമായി കഴിഞ്ഞാൽ ചട്ടിയുടെ അരികു ഭാഗത്ത് നിന്നും ധാരാളം ആവി പുറത്തേക്ക് വരും. ആ ഒരു സമയത്താണ് നമുക്ക് മൂടി തുറന്ന് അപ്പം ചട്ടിയിൽ നിന്നെടുത്ത് മാറ്റേണ്ടതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. നമ്മുടെ ഈ ഒരു വീഡിയോയും കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർക്ക് പോലെ വെള്ളപ്പൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു സംശയങ്ങൾക്കും നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ ആ മെസ്സേജ് കാണുന്ന മാത്രയിൽ തന്നെ നിങ്ങൾക്ക് മറുപടി തരാനും ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.